ഹലോ ഹായ് ഫ്രണ്ട്സ്, എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഒരു ഹോം യു പി എസ് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് BSc ലിസ്റ്റഡ് NSC ലിസ്റ്റഡ് കമ്പനിയാണ്. കൊൽക്കട്ടയാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. ഇന്ത്യയിൽ 7ഓളം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. കൊൽക്കട്ട, വെസ്റ്റ് ബംഗാളിൽ തന്നെ 2 മഹാരാഷ്ട്ര, തമിഴ്നാട്, ഉത്തരാഖണ്ഡ് എല്ലാമായിട്ട് അവർക്ക് 7ഓളം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ലെഡ് ആസിഡ് ബാറ്ററി മാനുഫാക്ചറിങ്ങിലെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് വരുന്ന കമ്പനി അതിൻ്റെ 50% ടേൺ ഓവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ ഇത് എത്രത്തോളം വലിയ കമ്പനിയാണ്. ലെഡ് ആസിഡ് മാനുഫാക്ചറിങ് രംഗത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. നമുക്ക് എക്സൈഡ് ഇൻവേർട്ടേഴ്സ് GQP എന്ന് പറയുന്ന ഹോം യു പി എസ് നമുക്ക് നോക്കാം. ഇതാണ് ആ പ്രോഡക്റ്റ്. ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെ അവരൊരു ഡിസൈനായിട്ട് ഇത് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. GQP എന്ന് പറയുന്നതാണ് മോഡൽ. ഇത് 12 വോൾട്ടിലും 24 വോൾട്ടിലും അവൈലബിൾ ആണ്. 12 വോൾട്ട് സിംഗിൾ ബാറ്ററിയിൽ അവൈലബിൾ ആണ്. 24 വോൾട്ട് നമുക്ക് 2 ബാറ്ററി യൂസ് ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. 650 VA, 850 VA, 1050 VA, 1450 VA ഈ മോഡലുകളാണ് 12 വോൾട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 24 വോൾട്ടിൽ നമുക്ക് 1450 VA ആണ് അവൈലബിൾ. ഈ പ്രോഡക്റ്റ് ഇവരുടെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റിൽ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റാണ്. ഹോം യു പി എസ് നമുക്കറിയാം, നേരത്തെ ഇൻവെർട്ടർ എന്നുള്ള പേരിലാണ് നമ്മൾ വീടുകളിലെല്ലാം ഉപയോഗിച്ചിരുന്നത്. ഇൻവെർട്ടർ പണ്ട് വന്നിരുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്നത് സ്ക്വയർ വേവ് ആണ്. അതിനുശേഷം ഇപ്പം സൈൻ വേവ് പ്രോഡക്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടറും യു പി എസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യു പി എസ് മോഡ് ഓപ്ഷൻ കാണും. യു പി എസ് മോഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് 180, 260 റേഞ്ചിലായിരിക്കും. ഇൻവെർട്ടർ മോഡിലാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് 100 വോൾട്ട് 280 വോൾട്ട് റേഞ്ചിലുമായിരിക്കും. സോ യു പി എസ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള മെഷീൻസ് റീസ്റ്റാർട്ടിങ് പ്രോബ്ലംസ് ഒന്നും വരാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടിപ്പോൾ ഏറ്റവും കൂടുതൽ വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന HUPS ആണ്. എക്സൈഡിൻ്റെ ഈ മോഡൽ നമുക്കൊന്ന് നോക്കാം. ഇത് 12 വോൾട്ട് 150 VA പ്രോഡക്റ്റാണ്. ഇത് ഹൈ ക്വാളിറ്റി പ്യുവർ സൈൻ വേവ് ആണ്. അതുപോലെ കോപ്പർ ട്രാൻസ്ഫോമറാണ്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള യു പി എസുകളിലെല്ലാം തന്നെ നമുക്കറിയാം ട്രാൻസ്ഫോമർ അലൂമിനിയം ബേസ്ഡ് വരുന്നുണ്ട്, അലൂമിനിയം ട്രാൻസ്ഫോമേഴ്സ് വരുന്നുണ്ട്. കോപ്പർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ് മാനുഫാക്ചർ ചെയ്ത് വരുന്നതിൽ എല്ലാ കമ്പനികളുടെയും പ്രോഡക്റ്റിന് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. ഇത് പ്യുവർ കോപ്പർ ട്രാൻസ്ഫോമറാണ്. അതുപോലെ ഇൻ്റലിജൻറ്റ് ചാർജിങ് ഓപ്ഷനുണ്ട്, LED LCD ഡിസ്പ്ലേ ഉണ്ട്, ഓട്ടോ സ്റ്റാർട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, പവർ സേവിങ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററികളും എക്സൈഡിൻ്റെ ഇൻവെർട്ടർ ബാറ്ററികൾ അവൈലബിൾ ആണ്. C20 ബാറ്ററീസ് അവൈലബിൾ ആണ്. IMTT, IMST മോഡലുകളിൽ ഇൻവെർട്ടർ ബാറ്ററീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ബാറ്ററി നമുക്ക് കണക്ട് ചെയ്ത് നമുക്കിത് നമ്മളുടെ വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. നിലവിലുള്ള നിങ്ങളുടെ പ്രോഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാനും അതുപോലെ ആ പ്രോഡക്റ്റ് ബൈബാക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ പുതിയ പ്രോഡക്റ്റ് നമുക്ക് വെക്കുവാനും എല്ലാം സാധിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ പ്രോഡക്റ്റ് ഒന്ന് കാണാം. കോപ്പർ ട്രാൻസ്ഫോമർ പ്യുവർ സൈൻ വേവ്, 24 months വാറണ്ടിയാണ്. ഓൺ സൈറ്റ് വാറണ്ടിയാണ്. സർവീസ് കോൾ രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പറും ഇതിൽ തന്നെ അവൈലബിൾ ആണ്. എക്സൈഡിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇതോടൊപ്പം തന്നെയുണ്ട്. ഇതാണ് നല്ല അടിപൊളി പ്രോഡക്റ്റ്. ഫ്രണ്ടൊക്കെ നല്ല റെഡ്, ബോഡി ബ്ലാക്ക് ആണ്. കേബിൾസ് അതേ കളർ വന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. സൂപ്പർ, എക്സലന്റ് ഡിസൈൻ.
വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ഉണ്ട്. ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് യാതൊരു വിധത്തിലും മോയ്സ്ചർ കണ്ടൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. പ്രൊഡക്റ്റിൻ്റെ ഫ്രണ്ട് LED ഡിസ്പ്ലേ ഉണ്ട്, LCD ഡിസ്പ്ലേ ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ. LED ഡിസ്പ്ലേ ഉണ്ട്, LCD ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ ഓൺ ഓഫ് ഫംഗ്ഷൻ ഉണ്ട്. ഈ ഓൺ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ആളുകൾക്ക് തെറ്റിദ്ധരിച്ച് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻവെർട്ടർ ഇൻപുട്ട് കറണ്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് നമുക്ക് ലഭിക്കും. ഈ ഓൺ ചെയ്യുന്നത് ഇൻവെർട്ടർ ഫംഗ്ഷനാണ്. അതായത് ഈ സ്വിച്ച് ഓൺ ആക്കി ഇടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് പോകുമ്പോൾ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടിയുള്ള സ്വിച്ചാണിത്. ആ ഇൻവെർട്ടർ ഫംഗ്ഷനാണ് അത് ഓൺ ഓഫ് ചെയ്യുന്നത്. നല്ല ക്യൂട്ട് ഡിസൈനാണ്. ബ്ലാക്ക് ബോഡി, റെഡ് ഫ്രണ്ട് പാനലോട് കൂടിയത്. ആ കേബിളിനും സെയിം കളർ വരുന്നതുകൊണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമുക്ക് അതിൻ്റെ ബാക്കിലെ ഓപ്ഷൻസ്. ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി 2 സോക്കറ്റ് ഉണ്ട്. മാനുവൽ ആയിട്ട് ഇല്ലെങ്കിൽ ഇത് ബൈപ്പാസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതോടൊപ്പം ഇത് കണ്ടോ, ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ഓപ്ഷൻ വരുന്നത് നോർമൽ മോഡ് എന്ന് പറയുന്നത് അത് ഇൻവെർട്ടർ ഫംഗ്ഷനിങ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 100 വോൾട്ട് 280 വോൾട്ട് റേഞ്ചിൽ എടുക്കാൻ വേണ്ടി. UPS മോഡ് ഇടുവാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ സപ്പോർട്ട് ചെയ്യും. 180 വോൾട്ട് 260 വോൾട്ടേജ് റേഞ്ചിൽ നമുക്ക് കിട്ടും. അതുപോലെ ചാർജിങ് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. നോർമൽ ചാർജിങ്, ഈസി എക്കണോമിക് ചാർജിങ്, ഹൈ ചാർജിങ്. പെട്ടെന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ ചാർജിങ്ങിലേക്ക് ഇടാം. എക്കണോമിക് മോഡിലേക്ക് ഇട്ടാൽ ചാർജിങ് വളരെ എക്കണോമിക്കലായിട്ട് മാറും. പിന്നെ കേബിൾസ്, പോസിറ്റീവ് നെഗറ്റീവ് ബാറ്ററി ടെർമിനൽസിലേക്കുള്ളത്. പിന്നെ ഒരു ഫാൻ. ഇപ്പോൾ ഈ ഫാൻ ഉള്ളതുകൊണ്ട് പലപ്പോഴും ആളുകൾക്കൊരു തെറ്റായ ഒരു ഇതുണ്ട്, എപ്പോഴും ഫാൻ വർക്ക് ചെയ്യും, എന്തിനാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണലി ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് മാത്രമേ ഫാൻ വർക്ക് ചെയ്യത്തുള്ളൂ. അതുപോലെ ഇതൊരു DC ഫാനാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഫാനുകളൊക്കെ പവർ കൺസപ്ഷൻ വളരെ കുറച്ച് മാത്രമേ എടുക്കത്തുള്ളൂ. പ്രോഡക്റ്റിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് ഓൺ ആകത്തുള്ളൂ. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. ടോട്ടൽ പ്രോഡക്റ്റ് എക്സൈഡ് ഇൻവെർട്ടർ. ഈ പ്രോഡക്റ്റ് നിങ്ങൾ നോക്കുക. ഈ പ്രോഡക്റ്റിലെ ഇതിൻ്റെ അകത്ത് തന്നെ സർവീസ് കോൾസ് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എക്സൈഡ് കെയർ എന്ന് പറഞ്ഞ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് സർവീസ് കോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റലേഷൻ സപ്ലൈ ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും ഇൻസ്റ്റലേഷൻ വർക്കുകൾ ചെയ്തു തരുന്നത്. സർവീസിങ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരിക്കും. 48 മണിക്കൂറിനകം നിങ്ങൾക്ക് സർവീസ് സപ്പോർട്ട് കിട്ടുന്നതുമാണ്. ഈ പ്രോഡക്റ്റിന് 24 മന്ത്സാണ് വാറണ്ടി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻവെർട്ടർ ഫംഗ്ഷന് വേണ്ടി തന്നെ വരുന്ന ബാറ്ററികൾ C20 ബാറ്ററീസ്, നോർമൽ ബാറ്ററി യൂസ് ചെയ്താൽ മതി. ഹൈ ചാർജിങ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററീസ് ഉണ്ട്. അത് ഇച്ചിരി വീക്ക് പൊസിഷൻ ആണെങ്കിൽ പെട്ടെന്ന് ചാർജ് ചെയ്യാനൊക്കെ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. സോക്കറ്റ് 2 എണ്ണം വരുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ഈ ബൈപ്പാസ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും അത് ബൈപ്പാസ് സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് ബൈപ്പാസ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ചും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ DSP ബേസ്ഡ് അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ ബേസ്ഡ് പ്രോഡക്റ്റ്സ് ആണ്.